രാജ്യത്ത് കാറ്റ് മാറി വീശുന്നു. രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുണ്ടോ? മുസ്ലിം വിരുദ്ധത ഉൾപ്പെടെ 18 തടവും പയറ്റിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള NDA തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ തിരിച്ചടിയാണ് മുന്നണിക്കും BJPക്കും ഉണ്ടായത്. മാത്രമല്ല, നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും കാരുണ്യത്തിലാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ആയുസ് എത്ര കാലം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് വെറും ഒരു മാസം പിന്നിടുമ്പോൾ മറ്റൊരു പ്രഹരം BJPക്ക് കിട്ടിയിരിക്കുന്നു. ഉപതിരഞ്ഞെടുപ്പുകൾ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മുന്നണി കൂടുതൽ ഐക്യത്തോടെ ശക്തിപ്പെടുന്നതും കാണാം. 7 സംസ്ഥാനങ്ങളിലെ 13 സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13 സീറ്റുകളിൽ 10 എണ്ണവും ഇന്ത്യ സഖ്യം തൂത്തുവാരി. മാത്രമല്ല, മറ്റു ചില നല്ല സൂചനകളും ഈ ഉപതിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. ഇത് ഹിമാചലിൽ നിന്നാണ്. കൂറുമാറ്റത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം പൂർണ്ണമായും ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 3 സ്വതന്ത്രർ രാജിവെച്ച് BJPയിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. 2 സീറ്റിൽ കോൺഗ്രസും ഒരിടത്ത് BJPയും വിജയിച്ചു. ഡെഹ്റ, ഹാമിർപൂർ, നൽഗഡ് എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. സ്വതന്ത്ര MLAമാരായിരുന്നു ഇവിടങ്ങളിൽ. നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഇവർ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണയ്ക്കുകയും പിന്നീട് രാജിവെക്കുകയുമായിരുന്നു. BJP ടിക്കറ്റിൽ ഈ സ്വതന്ത്ര MLAമാരാണ് മത്സരിക്കുന്നത്. 2 സീറ്റുകളിൽ വിജയിച്ചതോടെ കോൺഗ്രസിന്റെ അംഗബലവും വീണ്ടും 40 ഉയർന്നു. MLA സ്ഥാനം രാജിവെച്ച് BJPക്കൊപ്പം മത്സരിച്ച 2 സ്വതന്ത്രരും തോറ്റു. അധികാരം പിടിക്കാൻ കുറുക്കുവഴി തേടുന്ന BJPക്ക് കിട്ടിയ ശക്തമായ പ്രഹരമാണ് തിരഞ്ഞെടുപ്പ് ഫലം. വിജയം കോൺഗ്രസ് സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. 35 ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കാനായുള്ള BJPയുടെ ശ്രമവും പരാജയപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ ഇന്ത്യ സഖ്യം നേടിയ വിജയം കോൺഗ്രസ് വലിയ പ്രചാരണായുധമായിരുന്നു. ഇവിടെ സമാജ്വാദി പാർട്ടി നേടിയ വിജയം പോലെ പ്രധാനപ്പെട്ടതാണ് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലെയും വിജയം. ബദ്രിനാഥിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ചു BJPയിൽ ചേർന്നതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പുതുമുഖം ലഖാപത് ബുട്ടോല 5224 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഭണ്ഡാരിയെ തോൽപ്പിച്ചത്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നിവിടങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് നടത്തിയത്. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നതോടെ ഇരു സംസ്ഥാനങ്ങളിലുമായുള്ള 5 സീറ്റിൽ 4 കോൺഗ്രസ് ജയിച്ചു. ബംഗാൾ തിരഞ്ഞെടുപ്പിൽ നടന്ന 4 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉപതിരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് BJPക്ക് നേരിട്ട തോൽവി ഇരട്ടി പ്രഹരമായി. CPM കോൺഗ്രസ് കൂട്ടുകെട്ട് 4 സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എന്നാൽ തൃണമൂൽ തന്നെ എല്ലായിടത്തും വിജയിച്ചു. ഇതോടെ നിയമസഭയിൽ തൃണമൂൽ അംഗസംഖ്യ 229 കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 77 സീറ്റ് നേടിയ BJPക്ക് ഇപ്പോൾ 63 അംഗങ്ങൾ മാത്രമാണുള്ളത്. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മോഹിന്ദർ ഭഗത്താണ് വിജയിച്ചത്. BJPയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് MLA ശീതൾ ആങ്കുറിലിനുള്ള പകരം വീട്ടൽ കൂടിയായിരുന്നു AAPയുടെ വിജയം. 37,325 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മോഹിന്ദർ ഭഗത്തിന്റെ വിജയം. BJP സ്ഥാനാർത്ഥി ശീതൾ 17,921 വോട്ടുകൾ നേടി രണ്ടാമതായി. 16,757 വോട്ടുകളോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരീന്ദർ കൗർ മൂന്നാമതുമെത്തി. എന്നാൽ മധ്യപ്രദേശിലെ അമർവാരയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ തിരിച്ചടി നേരിട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീർ ഷാ ഇൻവതി BJPയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് MLA കമലേഷ് ഷായോട് പരാജയപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഇവിടുത്തെ MLA കമലേഷ് ഷാ BJPയിലേക്ക് ചേക്കേറിയത്. കമൽനാഥിന്റെ ശക്തി കേന്ദ്രമായ ചിന്ദ്വാരയിൽ ഉൾപ്പെട്ട മണ്ഡലമാണ് അമരാവര. ചിന്ദ്വാരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് പരാജയപ്പെട്ടിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നേടിയ വിജയം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ ഉണർവ് നൽകും.